യേശുവും ശിഷ്യരും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണമെന്നും ശിഷ്യർ പരസ്പരമുള്ള അല്ലെങ്കിൽ ഈ ലോകത്തോടുള്ള ബന്ധം എന്തായിരിക്കണമെന്നും വ്യക്തമാക്കുന്ന ഒരു ഉപമ ആണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക. അത് മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമയാണ്. മുന്തിരിച്ചെടി പൊതുവെ അത് വളർന്നു വരുമ്പോൾ തഴച്ച് നിൽക്കുന്ന സമയത്ത് അതിനെ പ്രൂൺ ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. അതിൻ്റെ ശാഖകൾ വെട്ടി ഒരുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വെട്ടി ഒരുക്കുമ്പോഴാണ് അതിന് ഫലം അണിയാനായിട്ട്, ആ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക. എന്നാൽ ചില ശാഖകൾ, പ്രത്യേകിച്ച് അധികം വണ്ണമില്ലാത്ത ശാഖകൾ വെട്ടിക്കളയും. അല്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാത്ത ശാഖകളെ അതിനെ വെട്ടിക്കളയും. രണ്ടിനും ഏൽക്കുന്ന ഒന്നാണ് വെട്ട്. ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയ്ക്കും ഫലം പുറപ്പെടുവിക്കാത്ത ശാഖയ്ക്കും വെട്ടേൽക്കുന്നു. രണ്ടിൻ്റെയും വെട്ടുകളുടെ ലക്ഷ്യങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും നന്മയിൽ ജീവിക്കുന്ന മനുഷ്യനായിക്കോട്ടെ തിന്മയിൽ ജീവിക്കുന്ന മനുഷ്യനായിക്കോട്ടെ എല്ലാ മനുഷ്യർക്കും വെട്ടുകിട്ടുക സ്വാഭാവികമാണ്. ചില തിക്താനുഭവങ്ങളുടെ പ്രതീകമാണ് ഈ വെട്ട് എന്ന് പറയും. സഹനങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത ജീവിതമില്ല. അത് എത്ര നല്ല വിശുദ്ധമായ ജീവിതം നയിച്ചാലും അതുണ്ടാകും. എത്ര മോശമായ ജീവിതം നയിച്ചാലും ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും. അടിപൊളിയായിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നവരിലൊക്കെ, സന്തോഷകരമായി ജീവിക്കുന്നു, മുഴുവൻ തൃപ്തിയാണ് എന്ന് വിചാരിക്കുന്നവരിലൊക്കെയും ഒരുപക്ഷെ നമ്മളിൽ കൂടുതൽ വേദനകളുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ വേദനകളില്ലാത്ത, മുറിവുകളില്ലാത്ത, സഹനങ്ങളില്ലാത്ത, വെട്ടുകളേൽക്കാത്ത ജീവിതങ്ങളില്ല. പക്ഷേ ഈ വെട്ടിനെ എങ്ങനെ പരുവപ്പെടുത്തണം എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അതിനെ എന്നേക്കുമുള്ള നാശമായിട്ട് കണക്കാക്കി ഈ ഒരു ദുരന്തത്തോടുകൂടി, ഈ ഒരു രോഗത്തോടുകൂടി, ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ അതോടുകൂടി അത് എന്നേക്കുമായി ഇല്ലാതാകും. ഇതിനപ്പുറമുള്ള ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. വെട്ടിനോടുള്ള മനോഭാവമാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമതായി ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെട്ടിയൊരുക്കുന്ന, വെട്ട് ഏൽക്കുന്ന ശാഖകൾ, ആ ശാഖകൾ തായ്തണ്ടിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നു എന്നുള്ളത്. വെട്ടപ്പെട്ട ശാഖകൾ തായ്തണ്ടിനോട് ചേർത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും ഈ തായ്തണ്ടിനോട്, ക്രിസ്തുവാകുന്ന തായ്തണ്ടിനോട്, സഭയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നവരാണോ എന്നുള്ളത്. വിയോജിച്ച് നിൽക്കുന്നവരൊക്കെയും വിമർശിച്ച് ജീവിക്കുന്നവരൊക്കെയും തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്തവരാണ്, ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തവർ. അഥവാ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നെങ്കിൽ തന്നെ അത് ചീത്തയായ ഫലങ്ങൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കും. നമ്മൾ കർഷകൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണോ എന്നുള്ളതാണ് പ്രശ്നം. എല്ലാ വിമർശനങ്ങളും എല്ലാ ചോദ്യം ചെയ്യലുകളുമെല്ലാം ഈ തായ്തണ്ടിൽ നിന്ന് അകലാനുള്ള അടിസ്ഥാന ത്വരയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ഞാൻ പലപ്പോഴും നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ പല അച്ഛന്മാരെയും, നമ്മുടെ ഇടവകയിലിരുന്ന മുൻ വികാരിമാരെ പലരെയും കാണുകയുണ്ട്. പള്ളിയുടെ വലിയ ആളാണ് എന്ന് പറയുന്ന ചിലരെ കുറിച്ചൊക്കെ ഒരച്ഛൻ പോലും പോസിറ്റീവായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് തമാശ തോന്നിയ ഒരു കാര്യം. അങ്ങേരെ വിശ്വസിക്കാം എന്ന്, അല്ലെങ്കിൽ ഇയാളെ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇവളെ വിശ്വസിക്കാം എന്ന് ഒരച്ഛൻ പോലും, പല അച്ഛന്മാർ കടന്നു പോയിട്ടുണ്ട്, ഒരച്ഛൻ പോലും പറയണമല്ലോ. പള്ളിയുടെ വലിയ ആളൊക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ ഏറെ ധ്യാനിക്കപ്പെടേണ്ട ഒന്നാണ്. ഈ കൂട്ടത്തിൽ നിന്ന് കുത്തുന്നവർ ഇതൊക്കെ ശരിയായ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തവരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവസാനമായി ഫലം കായ്ക്കാത്തതിന് അവസാന നിമിഷങ്ങളിൽ ഒരു വലിയ ദുരന്തമുണ്ട്.
ആ ദുരന്തം അത് തീയിലെറിയുക എന്നുള്ളതാണ്. അതിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അഗ്നിയിലെല്ലാം സ്ഫുടം ചെയ്യും. അവസാന വിധി അതാണ്. ഈ അവസാന വിധിയിലാണ് ഈ നമ്മൾ പടുത്തുയർത്തിയത്, നമ്മൾ പറഞ്ഞു കൂട്ടിയത്, നമ്മൾ ഉണ്ടാക്കിയ ഗ്രൂപ്പുകൾ, ഇതൊക്കെയും വിധിക്ക് അഗ്നിക്ക് വിധേയമാകുമ്പോൾ നിലനിൽക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്ന നല്ല ശിഷ്യരായി മാറാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം.